ഈ വിലങ്ങാട് കാര്യമായ ശ്രദ്ധ പതിഞ്ഞില്ല എന്ന് അവർക്കൊരു പരാതിയുണ്ട്. വിലങ്ങാടിൻ്റെയും 4 മാസമാണല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അവർ വില്ലേജ് ഓഫീസിലേക്ക് മറ്റോ മാർച്ച് നടത്തുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. അതിനകത്ത് പുഴയിലെ മണ്ണെടുപ്പ് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല. ഇനി വീണ്ടും വെള്ളം വന്നാൽ വിലങ്ങാട് പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുമെന്നൊരു ആശങ്ക അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട് മിനിസ്റ്റർ. വിലങ്ങാട് പ്രശ്നത്തിൽ ഇതിനിടയിൽ ചീഫ് സെക്രട്ടറി അങ്ങോട്ട് പോയിരുന്നു. കാരണം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗവൺമെൻറ് ഇറക്കിയ എല്ലാ ഉത്തരവുകളിലും, മേപ്പാടിയുമായി ചൂരൽമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളിലും, കേന്ദ്രത്തിലേക്ക് കൊടുത്ത PDNA ഉൾപ്പെടെ ഈ നടപടിക്രമങ്ങൾ എന്തെല്ലാമാണോ അത് പൂർണ്ണമായും വിലങ്ങാടിന് ബാധകമായിരിക്കും. അത് വളരെ കൃത്യതയോടുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ചീഫ് സെക്രട്ടറി പോയി അവിടെ ഇതുമായി ബന്ധപ്പെട്ടൊരു യോഗം നടത്തി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിശോധന നടത്തി. ഞാൻ റിപ്പോർട്ടറിലൂടെ തന്നെ ആദ്യമായിട്ട് പറയുകയാണ്, ബഹുമാനപ്പെട്ട നാദാപുരം MLA കൂടിയായിട്ടുള്ള EK വിജയൻ അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നേരിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ആ പ്രശ്നങ്ങൾ, വിലങ്ങാടിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടറിനോട് പറയുന്നത്, പൂർണ്ണമായി പരിശോധിച്ച് അക്കാര്യത്തിലുള്ള ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിക്കാൻ ഈ വരുന്ന 4-ാം തീയതി ബുധനാഴ്ച പിന്നെ ഞങ്ങൾ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ഞാനും ആ ജില്ലയിലെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആ ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനും കൂടി പങ്കെടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട MLA, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ഉന്നതതല യോഗം വിലങ്ങാടിന് വേണ്ടി മാത്രമായി ചേരുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ കൂടി അവിടെ വച്ച് പരിഹരിക്കപ്പെടും. ബഹുമാനപ്പെട്ട MLA തുടർച്ചയായിട്ട് ആ പ്രശ്നങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ, ജില്ലാ ഭരണകൂടവും തുടർച്ചയായി പ്രശ്നങ്ങൾ പിന്നെ പറയുന്നുണ്ട്. ഈ പറയപ്പെടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ടെങ്കിലും അവിടെയും ഭൂമി ഏറ്റെടുക്കലും വീട് വയ്ക്കലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പരിഹരിക്കാനുണ്ട്. 4-ാം തീയതിയിലത്തെ യോഗത്തോടു കൂടി പൂർണ്ണമായും ആ കാര്യങ്ങൾ പരിശോധിച്ചും പരിഹരിച്ചും മുന്നോട്ട് പോകാനാകും. വിലങ്ങാട്ട് ജനങ്ങളോട് കൂടി ഞാൻ റിപ്പോർട്ടറിലൂടെ പറയട്ടെ, ഒരു ഭയവും ഉണ്ടാകേണ്ട കാര്യമില്ല. സർക്കാർ ഒപ്പമുണ്ട്. സർക്കാർ എന്ന് പറയുമ്പോൾ സർക്കാർ മാത്രമല്ല, നമ്മളെല്ലാവരും, മലയാളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും. ചൂരൽമലയിൽ ദുരന്തമുണ്ടായപ്പോൾ അവിടേക്ക് മാത്രമാണോ ഈ സംവിധാനങ്ങളൊക്കെ പോകുന്നത് എന്ന ഒരു ഭയം ആ സ്ഥലത്ത് കൊടുക്കുന്നതുകൊണ്ടല്ല, സ്വാഭാവികമായിട്ടും അവിടെ അനുഭവിക്കുന്ന പ്രയാസം കൊണ്ട് ആളുകൾക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാകാം. മേപ്പാടിക്ക് ചൂരൽമലയ്ക്ക് ലഭ്യമാകുന്ന എല്ലാ അവകാശങ്ങളും ആ വിധത്തിൽ തന്നെ, അതുപോലെ തന്നെ വക്കുമുട്ടാതെ വഴിതെറ്റാതെ വിലങ്ങാടിന് കൂടി ലഭ്യമാകും. അത് ഇംപ്ലിമെൻറ്റേഷൻ ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ 4-ാം തീയതി ചേരുന്ന ഉന്നതതല യോഗത്തിൽ അത് പൂർണ്ണമായും പരിഹരിക്കും എന്നുകൂടി. താങ്ക് യു മിനിസ്റ്റർ. എനിക്ക് വിലങ്ങാട്ടുള്ള മനുഷ്യരുടെ പേരിൽ സ്നേഹം അറിയിക്കുന്നു. താങ്ക് യു മിനിസ്റ്റർ. ചേർന്നതിന് 4 മാസമാവുന്നു. ആ ദുരന്തത്തിന് നടുക്കുന്ന ഓർമ്മകൾക്ക് ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു, ഒരുപാട് നമ്മൾ ചിന്തിച്ചു, നമ്മൾ കരഞ്ഞു, ചിരിച്ചു. താങ്ക് യു മിനിസ്റ്റർ. താങ്ക്സ് എ ലോട്ട് മിനിസ്റ്റർ, ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേർന്നതിന്. അപ്പോൾ മിനിസ്റ്ററുടെ ഉറപ്പ് കിട്ടിയിരിക്കുന്നു. വിലങ്ങാടുള്ള പ്രിയപ്പെട്ടവരെ, വിലങ്ങാടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് 4-ാം തീയതി ചേരും. ആ 4-ാം തീയതിയിലത്തെ യോഗത്തോടു കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് മിനിസ്റ്റർ കെ രാജൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന മാർച്ച് അതിന് തീവ്രതയൊന്ന് കുറച്ചോളൂ. സർക്കാർ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് മിനിസ്റ്റർ നിങ്ങളോട് പറയുന്നു. 4-ാം തീയതി തന്നെ, ഡിസംബർ 4-ാം തീയതി തന്നെ ഉന്നതതല യോഗം നടക്കും. ചീഫ് സെക്രട്ടറിയും മന്ത്രിമാരും അടങ്ങുന്ന ആ ഉന്നതതല യോഗത്തിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരമുണ്ടാകും എന്നാണ് ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ലതയ്ക്കും സന്തോഷിക്കാം. മിനിസ്റ്റർ തന്നെ നേരിട്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു. മോതിരം ഉണ്ടെങ്കിൽ മോതിരം തീർച്ചയായിട്ടും തിരിച്ച് ലതയുടെ വിരലുകളിലേക്ക് വരും.